കള്ളം പറയാൻ മിടിക്കുകയാണല്ലേ? പൂച്ചയാണെന്ന്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. മാർജാരൻ എന്ന പൂച്ചാന്ന് മാത്രമല്ല, കാമുകനെന്നും അർത്ഥമുണ്ട്. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. നിർജ്ജനേ ഗൃഹേ പ്രവിഷ്ടാഹ മാർജാരഹ സർവേ മാരണീയഃ. എന്നുവെച്ചാൽ ആളില്ലാത്ത നേരത്തെ വീട്ടിൽ കയറുന്ന മാർജാരനെ കൊല്ലണമെന്ന്. അതെ, ഞാൻ നേരത്തെ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. ഇതേതായി കാട്ടുഭാഷ? കാട്ടുഭാഷയോ? ഇത് സംസ്കൃതമാണ് ശാന്തനു. ഞങ്ങൾ ശരിക്കും ഇവിടുത്തുകാരല്ല. ശിവകേലം മട്ടൂരാണ് സ്ഥലം. അവിടുത്തെ കോമൺ ലാംഗ്വേജാണ് സാൻസ്ക്രിറ്റ്. ഇവിടെ വന്നിട്ട് വർഷങ്ങളായെന്ന് മാത്രം. ഒരു മിനിറ്റ്, ആ മാർജാരയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞത്? പൂച്ചയെന്നും കാമുകനെന്നും അർത്ഥമുണ്ട്. എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? ഞാനാ എവിടെ നിന്റെ കള്ളപ്പൂച്ച? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വരട്ടെ, രണ്ടെണ്ണത്തിനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മാർജാര കള്ളർ റാസ്കല്. സർ, എന്തോ ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സർ. എന്നിട്ട് തദഹാക്കിം അഹം തം ന ദൃഷ്ടവാൻ അപരാധിനോ ദണ്ഡനം പ്രാപ്തവന്തോ മരണദണ്ഡനം. അയ്യോ സാറ്, ഇനി എന്ത് ചെയ്യും? ഇവിടുന്ന് പോ. അതൊന്നും തുറക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോ. തദഹാക്കിം അഹം തം ന ദൃഷ്ടവാൻ അപരാധിനോ ദണ്ഡനം പ്രാപ്തവന്തോ മരണദണ്ഡനം. എന്തൊരു കണക്കാണോ ഇത്? വരവിനേക്കാൾ ചെലവാണ് കൂടുതലെങ്കിൽ ഞാനെന്തിനാണ് ഈ തോട്ടം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ കൃഷി സ്വല്പം മോശമായിരുന്നു. കുറവോ കൂടുതലോ എന്നുള്ളതല്ല, എനിക്ക് നഷ്ടം വരുന്ന ഒരു കാര്യവും ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. ഓ,
അജയ് മാധവ് DYSP ആണ്. നമസ്കാരം, ഇരിക്കൂ. താങ്ക് യു. എന്തായിരുന്നു പ്രത്യേകിച്ച്? ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കടങ്കഥ കേട്ടു. അതിന് ഉത്തരം കിട്ടുമെന്ന് അറിയാൻ ഇറങ്ങിയതാ. കടക്കഥ പറഞ്ഞ് കളിച്ചാ കടം കൂടുന്ന പണ്ടുള്ളവർ പറയാ. അല്ലേലും കൃഷിയൊക്കെ വളരെ മോശ. എന്നാലും സാറ് ചോദിച്ചല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ ബഹളത്തിനിടയ്ക്ക് തന്നെ വേണോ? ശരി. അതെ, നിങ്ങൾ രണ്ടുപേരും ചെല്ല്, പുറകിലേക്ക് ചെല്ല്. സോറി DYSP, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒക്കെ മൊഴികളൊക്കെ തെളിവായിട്ട് എടുക്കാൻ തുടങ്ങിയോ? ഇതിലൊന്നും ഒരു സത്യമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ പിന്നെ ശാന്തനും ഇവിടെ നടന്നതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെ പോലത്തെ ഒരു കള്ളൻ ഇതൊക്കെ അന്വേഷിച്ചറിയാനാണോ പാട്? പോരാത്തതിന് അഹല്യേന്റെ ആത്മാവിനെ കണ്ടു എന്നൊരു നുണയും. നിങ്ങളെ ആ ചന്ദ്രനെ പൊക്കിയ സത്യം മുഴുവൻ അറിയാം. ആരെ പൊക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ചിത്രയെ കൊന്നത് ശാന്തനു തന്നെയാണെന്നാണോ? സംശയം എന്താ? ഞാൻ ഇവിടെ വന്ന് കയറുമ്പം കാണുന്നത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാ. ചിത്രയാണെ അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. അവൻ തന്നെയാണത് ചെയ്തത്. അപ്പൊ വാട്ട് അബൌട്ട് അഹല്യ ആൻഡ് ചിത്രൻ? അവർക്കെന്താ സംഭവിച്ചത്? ആറ്റും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു. അവൻ എങ്ങോട്ട് ഓടിപ്പോയി. അവൻ ഓടിപ്പോയത് കൊണ്ടാണോ ഞാൻ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ ആത്മഹത്യ ചെയ്തു. കഥയൊക്കെ കൊള്ളാം, പക്ഷെ അത്ര റിയലിസ്റ്റിക് അല്ല. അതിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴാ ചിത്രയെ വിവാഹം കഴിച്ചത്? അഹല്യ മരിച്ചൊരു വർഷം കഴിഞ്ഞപ്പോഴാ. വയസ്സായില്ലേ സാറേ, ചൂടുവെള്ളെടുത്ത് തരാനെങ്കിലും ഒരു കൂട്ടൊക്കെ വേണ്ടേ? അത് ശരിയാ, കാര്യങ്ങളൊക്കെ എന്നെ മുറ പോലെ നടക്കണമല്ലോ. നാസറേ, വിളിക്ക്. സർ, ഇങ്ങ് വാടാ. ആദ്യം പ്രേതം, ഇപ്പം ഭ്രാന്തൻ. നിങ്ങൾക്ക് തലയ്ക്ക് വിളിവുള്ള ആരെയും കിട്ടിയില്ലേ സാക്ഷിയായിട്ട്? ഇവനാണ് ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇവൻ എങ്ങനെ ഭ്രാന്തനായതെന്ന് ഇവൻ തന്നെ പറയും. പറയടാ അങ്ങോട്ട്, പറയാൻ. ചിത്തിര അവരതിനെല്ലാത്തിനും കാരണം.